ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. വണ്ടൂരിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. വണ്ടൂർ അമ്പലപ്പടിയിൽ താമസിക്കുന്ന 7 വയസ്സുകാരൻ ഉൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. ആരോഗ്യപ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. ഉത്തർപ്രദേശ് സ്വദേശിയും കുടുംബവും നാട്ടിൽ പോയി വണ്ടൂർ അമ്പലപ്പടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത്. 22-ാം തീയതി 71 വയസ്സുകാരനും 25-ാം തീയതി 29 വയസ്സുകാരിയായ മരുമകൾക്കും 27-ാം തീയതി 7 വയസ്സുകാരൻ മകനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിത പ്രദേശത്ത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ, വെക്ടർ കളക്ഷൻ, ലാർവ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനി സർവേ, ഉറവിട നശീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് നടത്തിവരുന്നത്. ഇന്ന് രാവിലെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഹെൽത്ത് സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിൽ രോഗബാധ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ കുടിവെള്ള ടാങ്കുകൾ, മറ്റു ജലസ്രോതസ്സുകൾ എന്നിവ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ രോഗം പരത്തുന്ന അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകിനെയും കൊതുകിന്റെ ലാർവയെയും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിൽ അമ്പലപ്പടി ഭാഗത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 3 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. അതും കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിലാണ് ഈ 3 പേർക്കായിട്ട് മലമ്പനി സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ നിന്നും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് മലമ്പനി. വണ്ടൂർ ബ്ലോക്കിന് കീഴിൽ തന്നെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മമ്പാട്, മഞ്ചേരി, പാണ്ടിക്കാട്, വണ്ടൂർ ഉൾപ്പെടെ 6ഓളം കേസുകളാണ് മലമ്പനിയുമായി റിപ്പോർട്ട് ചെയ്തത്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും, ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഇന്ന് രാവിലെ വണ്ടൂരിലേക്ക് എത്താൻ പറയുകയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഏകദേശം 2 വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത്. ഓരോ വീടുകളിലും പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും, ആർക്കെങ്കിലും ഇനി പനി വരികയാണെങ്കിൽ അവരുടൻ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാനുമുള്ള സംവിധാനങ്ങളാണ് കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സജ്ജമാക്കിയിട്ടുണ്ട്. അവരുടെ വെക്ടർ സ്റ്റഡി, അവരുടെ ഒരു ഇൻഡെക്സ്, അതായത് കൊതുകിന്റെ സാന്ദ്രത കണ്ടെത്താനുള്ള ഒരു പഠനം ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ രാവിലെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളി, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് അമ്പ്രക്കാട്ട, ഹെൽത്ത് ഇൻസ്പെക്ടർ MT ജാൻസി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M പ്രഭാകരൻ, KV പുഷ്പ, MM ജസീർ, P ജിതേഷ്, വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ മറ്റു ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈഫ്, വണ്ടൂർ. ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ.